മോഹൻലാലിൻ്റെ തുടരും ചരിത്ര വിജയമായി മാറിക്കഴിഞ്ഞു. എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് ഫാൻസുകാരെ ഉത്സവലഹരിൽ ആറാടിക്കിയ ഈ സിനിമ വൻ വിജയമായി മുന്നേറുമ്പോൾ തന്നെ മോഹൻലാലിൻ്റെ ഫാൻസുകാർ ഈ സിനിമയ്ക്ക് ചെയ്യുന്നൊരു ദ്രോഹമുണ്ട്. ആ ദ്രോഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെയല്ല, ഈ സിനിമ റിലീസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ചിലരൊക്കെ വിളിച്ചു, നിങ്ങളെന്താ മമ്മൂട്ടി സിനിമ മാത്രമേ ആദ്യത്തെ ദിവസം ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ട് അത് ഗംഭീരമാണെന്ന് റിപ്പോർട്ട് ചെയ്യും, എന്നാൽ മോഹൻലാലിൻ്റെ തുടരും പോലുള്ള സിനിമ റിലീസ് ചെയ്തിട്ട് ഇന്നേക്ക് ഇത്ര ദിവസമായിട്ട് നിങ്ങളുടെ ഒരു റിവ്യൂ കണ്ടില്ല, ഒരു കുന്തോ കണ്ടില്ല, ഇതൊരു മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ എന്നാണ് ഭേദപ്പെട്ട രീതിയിൽ ചിലർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഈ സിനിമ തീർച്ചയായിട്ടും കാണും, പക്ഷേ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഞങ്ങളൊരു വീഡിയോ ചെയ്തു. ദൃശ്യത്തെ കവച്ച് വയ്ക്കുന്ന ഒരു സിനിമയായിരിക്കുമെന്ന് ഞങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്യുന്ന മുമ്പേ ഈ തുടരിനെ കുറിച്ച് ഞങ്ങൾ റിവ്യൂ ചെയ്തിട്ട് ആലോചിക്കണം. ഇപ്പോൾ ഈ സിനിമ കണ്ടു. ഈ സിനിമ കാണാൻ പോയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. മോഹൻലാലിനോടൊപ്പം കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കുട്ടികളും മാത്രമല്ല, അവരുടെ അമ്മമാരും അച്ഛന്മാരും മുത്തശ്ശിമാരും എല്ലാവരും കൂടിയാണ് സിനിമ കാണാൻ വരുന്നത്. അതിൽ തന്നെ ചിലർ പല പ്രാവശ്യം ഈ സിനിമ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം കുറേ കാലത്തേക്ക് ഇനി ഈ വർഷം മോഹൻലാലിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ആവശ്യമില്ല എന്നുകൂടി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത്രമാത്രം വൻ വിജയമാക്കി മാറ്റാൻ മോഹൻലാലിൻ്റെ തുടരും സിനിമയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിലെന്താ ഉള്ളത്, എന്താ ഇല്ലാത്തത്, ഇതാണ് ചർച്ച ചെയ്യുന്നത്. ഇതിലെല്ലാം ഉണ്ട്. ഈ കടലിൽ ഇല്ലാത്തത് എന്താണ്? എല്ലാം ഇല്ലേ അതിൽ? പക്ഷേ ആ കടലിലുള്ളത് മുത്തും പവിഴവും എല്ലാം നമ്മൾ പെറുക്കിയെടുക്കുന്നത് പോലെയാണ് ഈ സിനിമയിലെ എല്ലാവിധ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി തമാശയുണ്ട്, ആക്ഷനുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, വിവിധ മറ്റ് മോഹൻലാലിന് മാത്രം സാധിക്കാവുന്ന ചില വിചാരങ്ങളുണ്ട്, സംവിധാന ശൈലിയുണ്ട്, പുതുമയായ വില്ലന്മാരുടെ അത്യുജ്വലമായ അഭിനയമുണ്ട്, പിന്നെ പ്രകൃതി ഭംഗി നിറഞ്ഞൊരു സിനിമ. ഇതെല്ലാം കൂടി സമയം പോകുന്നത് അറിയുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞോ, അലുവ കഴിക്കുന്നത് പോലെ, അയ്യോ ഇത്രയും പെട്ടെന്ന് തിന്നു കഴിഞ്ഞോ എന്ന് ചോദിക്കുന്ന പോലെ ഈ സിനിമ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോൾ സത്യത്തിൽ മുൻപ് ഈ സിനിമയ്ക്ക് വലിയ പ്രചരണമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തന്നെ ഈ സിനിമ മുൻപ്, അതായത് എമ്പുരാൻ റിലീസിന് മുമ്പ് ഈ സിനിമ വരുമെന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്. പിന്നെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ സിനിമയ്ക്ക് അന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ റൈറ്റ് ടൈം എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴാണത് ശരിയായ സമയത്ത് റിലീസ് ചെയ്യുമെന്ന് തോന്നുന്നു. ഈ സിനിമ കാണാൻ ചെന്നപ്പോൾ എന്തായിരിക്കും ഈ സിനിമയുടെ വിധി? പുറത്ത് കണ്ടവരൊക്കെ ഗംഭീര അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ കാണാൻ ആങ്സൈറ്റിയോടെ ഇരുന്നപ്പോൾ എൻ്റെ ചുറ്റുപാടും ഇരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്, ഫാമിലിയുണ്ട്, ഫാമിലി മുമ്പ് കുട്ടികളുടെ കരച്ചിലുണ്ട്, ഇതൊക്കെയുണ്ട്. ആ കുട്ടികളുടെ കരച്ചിൽ സ്വാഭാവികമാണ്. ഒരു നല്ല സിനിമയുടെ വിജയത്തിന് കുടുംബ പ്രേക്ഷകർ വരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊച്ചു കുട്ടികളടക്കം കൊണ്ടുവന്ന് ആ കരയുന്ന കുട്ടികളെ പോലും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ വിചാരിക്കാം ഈ സിനിമ ഒരു വമ്പ ഹിറ്റായി മാറി എന്നുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അടുത്തിരിക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്. അത് നമുക്ക് മനസ്സിലായി. മോഹൻലാൽ വരുമ്പോൾ തന്നെ കയ്യടി, ആർപ്പൂളി ഇതൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഫാൻസാന്ന് പറയാം. പക്ഷെ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവർ ഈ ചില സീനുകളൊക്കെ മൊബൈലിൽ പകർത്തുന്നുണ്ട്. മൊബൈലിൽ പകർത്തവർ കണ്ടാലും ഇനി അടുത്ത സീനായിട്ട് എടുത്തത്. അപ്പോൾ മനസ്സിലായി തത്രപൂർവ്വം ഞാൻ ചോദിച്ചു മനസ്സിലാക്കി അവർ 5-ാമത്തെ 6-ാമത്തെ പ്രാവശ്യം കാണുന്നത്. 6 പ്രാവശ്യം കാണുമ്പോൾ അവർക്ക് കഥ കൃത്യമാണ്. കഥ മാത്രമല്ല, അവർ വീണ്ടും വീണ്ടും ഈ സിനിമ കാണണമെന്ന് അവർ ആഗ്രഹിച്ചപ്പോൾ അവർ ആ സീനുകൾ പകർത്തി മറ്റു കൊടുക്കുമ്പോൾ അത് ഈ സിനിമയോട്, മോഹൻലാൽ സിനിമയോട് ആരാധന കാണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ദ്രോഹമല്ലേ എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ സിനിമ പലരെയും പല പ്രാവശ്യം കാണാൻ പ്രേരിപ്പിക്കണമെന്നുള്ളതാണ്. ഞാൻ ആസ്വദിച്ചു കേട്ടോ. ഞാനിപ്പോൾ മറ്റൊരാൾ ചോദിച്ച പോലെ ലൂസിഫറിന് ഞാൻ 100 മാർക്ക് കൊടുത്തു, ആ എമ്പുരാന് ഞാൻ 50 മാർക്ക് കൊടുത്തതിൻ്റെ തെറികാരങ്ങളൊക്കെ കുറേ ഞാൻ കേട്ടതാണ്. പക്ഷെ അന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആ 50 മാർക്ക് കൊടുത്തതിൽ ഒരു ഖേദവും എനിക്കില്ല. അപ്പോൾ ചോദിക്കും, ഈ സിനിമയ്ക്ക് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും?
100-ൽ കൂടുതൽ മാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാറുള്ളൂ. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ലാലിനെ കുറേ കാലമായിട്ട് അഭിനയത്തിൽ സിനിമയിൽ ഒരു സ്വാതന്ത്ര്യവും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 5 വർഷം മുമ്പുള്ള ലാലിനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ലാല് അങ്ങനെയുള്ള റോള് കിട്ടിയപ്പോൾ അത് ശരിക്ക് ആർമാദിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ഒറ്റയാൻ എന്നൊക്കെ കേട്ടില്ലേ, ഒരു ഒറ്റയാൻ വരുന്ന പ്രീതിയാണ് നമുക്ക് ആ സിനിമയിൽ കാണുന്നത്. ശരിക്ക് അങ്ങനെ ആർമാദിച്ച് അഭിനയിച്ചിരിക്കുകയാണത്. ഒരു വിലക്കുകളുമില്ലാതെ തമാശയ്ക്ക് തമാശ പറയുന്നുണ്ട്. സെൻറ്റിമെൻറ്റ്സ് രംഗങ്ങൾ വരുമ്പോൾ പ്രേക്ഷകരായ നമ്മുടെ കണ്ണുകൾ പോലും നിറഞ്ഞു പോകുന്നത് കാണുന്നില്ലേ? ആ കണ്ണുകൾ നിറയ്ക്കാൻ ഒരു അവസരം കൊടുക്കുമ്പോൾ തന്നെ ആണുങ്ങൾ ഇങ്ങനെ കരച്ചിൽ വരുമ്പോൾ പെണ്ണുങ്ങൾ എങ്ങനെയായിരിക്കും കരയുക എന്നുള്ള ഒരു കൂട്ടൽ കരച്ചിലിൻ്റെ രംഗമുണ്ടാക്കാൻ പോലും മോഹൻലാലിന് സാധിച്ചെങ്കിൽ അത് ഈ സിനിമയുടെ വൻ വിജയം തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കും, കഴിഞ്ഞ ഏതാനും സിനിമകൾ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, മോഹൻലാലിൻ്റെ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട്, മോഹൻലാൽ അഭിനയം നിർത്താൻ പോകുന്നതല്ലേ എന്ന് ചോദിച്ചവരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒറ്റ മറുപടിയാണ്, നിങ്ങൾ തുടരും കാണൂ, അതിൽ വിലയിരുത്തൂ മോഹൻലാൽ ആരാണ്, മോഹൻലാൽ എന്തു ചെയ്തു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ശോഭന കൂടി ഉണ്ടായിട്ടില്ലേ എന്നുള്ളത്. ശോഭന മോഹൻലാൽ 55 സിനിമയിൽ സൂപ്പർ ഹിറ്റാക്കി മാറ്റിയിട്ടുണ്ട്. നല്ല ജോഡി തന്നെയാണ്. ഈ സിനിമയിൽ ഒരു ഉണ്ട്. പക്ഷേ ഉണ്ടെങ്കിലും ശോഭനയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പലരും പറയുന്നത്. മോഹൻലാലിൻ്റെ ഭാര്യയായി നിന്നും കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടതെല്ലാം ശോഭനയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 പേരും മാത്രമാണോ? അല്ല. ഈ പഴയ നടീനടന്മാരിൽ നമുക്ക് പറയാൻ പറ്റാവുന്നത് മോഹൻലാലും ശോഭനയുമായിരിക്കും. അവർ മാത്രമാണോ സിനിമയെ കൊണ്ടുപോകുന്നത്? ഈ സിനിമയെ കൊണ്ടുപോകുന്ന ഒരു വിജയൻ ജോർജ് സാർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് ഇവിടെ. സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കുന്ന ജോർജ് സാറ്. ആ ജോർജ് സാർ എന്നുള്ള കഥാപാത്രം ഇവിടെ മലയാള സിനിമയിലെ വലിയ പരസ്യ സംവിധായകനായിരുന്ന ഒരാളാണ് പ്രകാശ് വർമ്മ. ആ പ്രകാശ് വർമ്മയാണ് ജോർജ് സാറായിട്ട് അഭിനയിച്ചത്. നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഞാനൊക്കെ ആദ്യം ഈ ഷോലെ കണ്ടപ്പോൾ അംജിദ് ഖാനെ മറ്റെന്തെല്ലാം നിറയെ ആർട്ടിസ്റ്റ് ഉള്ളതിൽ വമ്പൻ സിനിമയാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോലും നമ്മൾ അമിതാഭ് ബച്ചനെ മറന്നാലും മറ്റു ഹേമമാലിനെ മറന്നാലും മറ്റാരെ മറന്നാലും നമ്മൾ അംജിദ് ഖാനെ മറക്കുമോ? ആ വില്ലനെ ആ ഒരു ചിരി ഡയലോഗ് മാത്രം മതിയില്ലേ വലിയ എന്ന പോലെ തന്നെയാണ് ഇങ്ങനെ ഒരു നടനെ, ഇങ്ങനൊരു വില്ലനെ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്ന സംവിധായകനാണോ നിർമ്മാതാവോ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആരായാലും അവർക്കൊരു ക്ലാപ്സ് കൊടുത്തേ മതിയാവൂ. കാരണം ഇനി ഇവിടെ മുതൽ മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകമായി വരുന്നത് ഈ ജോർജ് സാറായി അഭിനയിച്ച പ്രകാശ് വർമ്മയാണ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇതിൽ മോഹൻലാലാണോ നന്നായിരിക്കുന്നത്, പ്രകാശ് വർമ്മയാണോ നന്നായിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. വില്ലൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം എന്നൊരു മുഖവര നമുക്ക് വേണ്ട. ഇങ്ങനെയും വില്ലനാവാം, അത് തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ കൂടെ ഇവിടെ കുതിരവട്ടം പപ്പുവിൻ്റെ മോനും ബിജു പപ്പു കുറേ കാലമായിട്ടുള്ളതാണത്. അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇതിൽ സംവിധാന സഹായിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ പേര് അടങ്ങിയ ഒരു സിനിമയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഭവസമർത്ഥമായൊരു സദ്യ തന്നെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. എല്ലാം ഒരു വിഭവവും മാറ്റി എല്ലാം കൂടി കഴിച്ച് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന പോലെ ഇപ്പോൾ ചോദ്യം ഇത്രയാണ്, ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്ന മോഹൻലാൽ സിനിമ നിങ്ങൾ എത്ര പ്രാവശ്യം കാണുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ 5 പ്രാവശ്യം കണ്ടു, അല്ലെങ്കിൽ 6ാമത്തെ പ്രാവശ്യം കാണാൻ പോകും എന്ന് പറയുന്നവരൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, ഞാൻ ഈ സിനിമ 2-3 പ്രാവശ്യം എന്തായാലും കണ്ടിരിക്കും. എന്തോ എനിക്ക് അത്രയും ഇഷ്ടം തോന്നി. ആ ഇഷ്ടം എൻ്റെ ഇഷ്ടം ഒരു നിരൂപണ ഇഷ്ടം മാത്രമല്ല, സിനിമ ആസ്വദിക്കുന്ന ഒരാളുടെ സിനിമയാണല്ലോ. അപ്പോൾ ഞങ്ങളും പറയുന്നു, നിങ്ങൾ തനിച്ച് സിനിമ കാണാൻ പാടില്ല, നിങ്ങൾ കുടുംബസമേതം തന്നെയാണ് ഈ സിനിമ കാണേണ്ടത്. അത് കഴിഞ്ഞിട്ട് തനിച്ച് കണ്ടാലും വിരോധമില്ല. വൻ വിജയമായി ശരിക്കും നമ്മളെന്താ പറയുക, വിജയശ്രീലാളിതനായി എന്ന് പറഞ്ഞ പോലെ മോഹൻലാലും സംഘവും ഇതിൻ്റെ സംവിധായകൻ തരുൺ മൂർത്തിയും ഒക്കെ വിജയശ്രീലാളിതരായി ഇങ്ങനെ മുന്നോട്ട് പടനയിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു.